Let me see. Would you pray? Would you pray? Pray. നിങ്ങൾ ഈ മൈക്രോഫോണിനെ മൈക്രോഫോണിനെ ആരാധിക്കുമോ? Would you worship this microphone? നിങ്ങൾ ഈ മൈക്രോഫോണിനെ ആരാധിക്കുമോ? No. Does it have any power? No. ഈ മൈക്രോഫോൺ എന്തെങ്കിലും ശക്തിയുണ്ടോ? So why do we worship statues? നമ്മൾ എന്തിന് ബിംബങ്ങളെ ആരാധിക്കുന്നു? Why do we worship people? നമ്മൾ എന്തിന് വ്യക്തികളെ ആരാധിക്കുന്നു? See, these things like this are man-made. ഇത് മനുഷ്യൻ നിർമ്മിച്ചതാണ്. See, God is a jealous God. ദൈവം ഒരു അസൂയകാരനായ ദൈവമാണ്. He wants only our attention. He doesn't like to share our love. നമ്മുടെ സ്നേഹം അവൻ ആർക്കും ഷെയർ ചെയ്യാൻ, അവന്റെ സ്നേഹം ആർക്കും ഷെയർ ചെയ്യാൻ അവൻ റെഡിയല്ല. Amen. Amen. So we are to walk with only Him. We are to walk only with Him. We are to walk only with Jesus. നമ്മൾ ദൈവവുമായിട്ട് മാത്രമേ നടക്കാവൂ. See, Jesus suffered so badly. നിങ്ങൾ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ചു. They tortured Jesus. യഹൂദന്മാർ അല്ലെങ്കിൽ അവർ യേശു ക്രിസ്തുവിനെ വളരെയധികം നിന്ദിച്ചു. They whipped him. യേശു ക്രിസ്തുവിനെ അവർ അടിച്ചു. On the whips. At the end of the whip. അടിച്ച അതിന്റെ അവസാനം there were hooks on the whip. Hooks. Hook. അതിന്റെ ഹുക്ക്. അതിന്റെ ഹുക്ക്. ഇവിടെ ഇരിയാതെ നല്ലത്. ഓക്കേ, അതിന്റെ ഹുക്ക് വെച്ച് അടിച്ചു. ഓക്കേ. കീറി. Okay, these hooks were metal or stone. ഈ ആ ഹുക്കുകൾ സ്റ്റോണോ അല്ലെങ്കിൽ മെറ്റലോ ആയിരിക്കാം. When they hit his back, it ripped chunks of skin. Okay, അത് ശരീരത്തിലേക്ക് തുളച്ചു കയറിയിട്ട് അത് വലിച്ചെടുത്തു. It wasn't just like a belt. No, not like a belt. Like belt പോലെയല്ല. This would leave marks. This will leave marks, bruises. This will put bruises on you, marks. നമ്മുടെ ദേഹത്ത് പാട് മാത്രമേ വരത്തുള്ളൂ ഇത് വെച്ച് അടിച്ചാൽ. But this whip pulls. അതെ, ഈ മറ്റൊരു വെച്ച് അടിച്ചാൽ പാടല്ല, അത് വലിച്ചു കീറി എടുക്കും. അതിന്റെ അറ്റത്തൊരു ഹുക്കുണ്ട്. Okay. He suffered very badly. യേശു ക്രിസ്തു വളരെയധികം പീഡനങ്ങൾ വളരെയധികം ഏറ്റു. Why did he do that? എന്തിന് അവനത് അനുഭവിച്ചു? He did it for us. നമുക്ക് വേണ്ടി അവനത് അനുഭവിച്ചു. Amen. Amen. See, it does not matter what you have done in life. It does not matter what you have done in life. നിങ്ങൾ ജീവിതത്തിൽ എന്തു ചെയ്തു എന്നത് ഇവിടെ ഒരു കാര്യമേ അല്ല. Jesus can forgive you. യേശു ക്രിസ്തു നിങ്ങളോട് ക്ഷമിക്കും. In my opinion, എൻ്റെ നിഗമനം, the greatest showing of love, greatest